കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് KSRTCയിൽ സമീപകാലത്ത് സംഭവിച്ച മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് കടുത്ത നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്ന കോർപ്പറേഷൻ ഇന്ന് ലോകപരമായ പാതയിലേക്ക് തിരിഞ്ഞതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ മാറ്റത്തിന് പിന്നാലെ യാത്രക്കാർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന പുതിയ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പുതിയ ബസ്സുകൾ, മികച്ച സർവീസുകൾ, അത്യാധുനിക ബസ് സ്റ്റേഷനുകൾ എന്നിവയുമായി യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ കോർപ്പറേഷൻ വലിയ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഫലം എന്നോണം KSRTCയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1,00,000 വർദ്ധിച്ചു എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പുനലൂരിൽ പുതിയ ബസ് സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയാണ് KSRTCയിലെ ഈ ചരിത്രപരമായ നേട്ടങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ പങ്കുവച്ചത്. പ്രതിദിന യാത്രക്കാരുടെ വർധനവിന് പുറമെ ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷന് 1.19 കോടി രൂപ വരുമാനം ലഭിച്ചെന്ന വിവരവും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്നതിൽ ഈ വരുമാന വർധനവ് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. KSRTCയുടെ നവീകരണ പ്രക്രിയയ്ക്ക് കൂടുതൽ ഊർജം പകരുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ചടങ്ങിൽ നടന്നു. പുനലൂർ ഡിപ്പോയുടെ നവീകരണത്തിനായി 5 കോടി രൂപയാണ് മന്ത്രി പ്രഖ്യാപിച്ചത്.